ശ്രീ പണിക്കർ, ഇന്ന് കുറെ പരിഹാസങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉണ്ട് എന്ന് പറയുവാൻ കഴിയില്ലല്ലോ. അല്ല, ഇദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് നേരിട്ട് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു മറുപടി എന്നതിനപ്പുറത്തേക്ക് സഭയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഒരു മറുപടി പ്രസംഗം നടത്തുക എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മറുപടി എന്ന നിലയിൽ നിന്ന് അതിലേക്ക് വീഴാതെ നേരെ മറിച്ച് അദ്ദേഹത്തിന് ഭരണപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചുമതല എന്താണ്, ആ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ്, പ്രസിഡന്റിന്റെ ഒരു അഡ്രസ് എവിടെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുക എന്നുള്ള ഒരു പ്രസംഗമാണ്. ആ മറുപടി പ്രസംഗത്തിന്റെ ഡിഗ്നിറ്റി അതേപോലെ തന്നെ അദ്ദേഹം കീപ്പ് ചെയ്തു. എന്നാൽ അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന പല പരാമർശങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. തന്റെ മുൻ സർക്കാരുകളാണെങ്കിലും നിലവിൽ എന്താണ് അവരുടെ ഒരു ആക്ഷൻ പ്ലാൻ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും അതാത് വകുപ്പിലുള്ള ആൾക്കാർ തന്നെ ഇതിനോടകം തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ശ്രീ റോണി പറഞ്ഞ ഒരു കാര്യം, ഭരണപക്ഷത്തെ കഴിഞ്ഞ 10 വർഷം ഭരണപക്ഷം പ്രതിപക്ഷത്തെ ഹൈജാക്ക് ചെയ്തു, എന്നാൽ അതുപോലെ ഇപ്പോൾ നടന്നില്ല എന്ന് പറഞ്ഞു. ആ ഹൈജാക്ക് എന്നുള്ള പദപ്രയോഗം തെറ്റാണ്. കാരണം അവിടെ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള അർഹത കഴിഞ്ഞ 10 വർഷങ്ങളിൽ കോൺഗ്രസ് നേടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ആകെയുള്ള അംഗബലത്തിന്റെ 10% കോൺഗ്രസിനുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തവണ അത് അവർക്കുണ്ട്. അപ്പൊ ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ നേതാവുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന് സഭയിലും പുറത്തും കിട്ടുന്ന ചില സവിശേഷമായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അപ്പൊ ഇത്തവണ അത് കോൺഗ്രസ് നേടിയെടുത്തതാണ്. കോൺഗ്രസിന്റെ ചിട്ടയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാരണമൊക്കെ തന്നെ അവരത് നേടിയെടുത്തതാണ്. അതിലവരെ അഭിനന്ദിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മുൻപ് 10 വർഷങ്ങളിൽ അവർക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ആരും ഹൈജാക്ക് ചെയ്തതല്ല. പ്രതിപക്ഷത്തിന് 54 അല്ലെങ്കിൽ 55 MP-മാരെ സംഭാവന ചെയ്യുക എന്നുള്ളത് ഭരണപക്ഷത്തിന്റെ ഉദ്ദേശവുമല്ല. അപ്പൊ അതുകൊണ്ട് അത് കോൺഗ്രസിന് അതിനുള്ള കഴിവില്ലാതിരുന്ന ഒരു സമയത്ത് അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആശയങ്ങൾ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ ലോക്സഭയിൽ പ്രതിഫലിപ്പിക്കാൻ ഒരുപക്ഷെ സാധിച്ചിരിക്കില്ല. അത് ഭരണപക്ഷത്തിന്റെ ഒരു കുറവല്ല. ഇനി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഒരു ചർച്ചയെ നമ്മൾ രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്ന രീതിയിലത്തേക്കോ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വേഴ്സസ് NDA അല്ലെങ്കിൽ BJP എന്ന നിലയ്ക്കോ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സ്പെസിഫിക് പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പറയാം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗമാണ്. ആ പ്രസംഗം അദ്ദേഹം കുറേയധികം സമയമെടുത്ത് അദ്ദേഹം പറഞ്ഞു, പല വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിന്റെ കാര്യങ്ങളോ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യങ്ങളോ പറയുന്നതിനോടൊപ്പം തന്നെ വളരെ ശക്തിയായിട്ട് അദ്ദേഹം BJP എതിർക്കുന്നു, BJPയുടെ നയങ്ങളെയും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെയും എതിർക്കുന്നു എന്നതെല്ലാം തന്നെ വസ്തുതയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ്, ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ പറയുകയാണ്, ഹിന്ദുയിസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹിന്ദുയിസം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മളെല്ലാം തന്നെ പഠിച്ചിരിക്കുന്നത്. പരമശിവനിൽ നിന്ന് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് അതാണ്. തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പറയുമ്പോൾ അത് ആർക്കെതിരെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്? അവർ മാത്രമാണോ ഹിന്ദുയിസത്തിനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ഉപയോഗിക്കുന്നത്? ഇത്ര ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന, ഇത്ര സവിശേഷമാണ് എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിനെ സ്വന്തം കക്ഷി, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്വന്തം കക്ഷിയിലുള്ള ആൾക്കാർ അപമാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന പ്രതികരണം എന്താണ് എന്ന് ഈ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞാലും മതിയാകും. സനാതന ധർമ്മം എന്ന് പറയുന്നത് മലേറിയ, ഡെങ്കി പോലെയുള്ള പകർച്ചവ്യാധിയാണെന്നും അത് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട ഒന്നാണ് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള DMKയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സ്റ്റാലിന്റെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പ്രതികരണമാണ് നടത്തിയത്? അപ്പോൾ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെ തുടച്ചു മാറ്റപ്പെടേണ്ടതല്ല. പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പണിക്കർ അല്ലേ, ഈ ഡെങ്കിയോട് ഉപമിച്ചതിനെ പറ്റി ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇന്നത്തെ പ്രസംഗത്തിൽ. കൂടുതൽ കാര്യങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ഈ പ്രസംഗത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി പോയിട്ടില്ല. പക്ഷെ ഇത്തരം ചില സൂചനകൾ അദ്ദേഹം നൽകി. അതെ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സഖ്യകക്ഷി, അതായത് നിങ്ങൾ ഇത് മറ്റൊരാളിനെ ആരോപിക്കുമ്പോൾ, ഹിന്ദുമതം ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നയാൾ ഇത് തുടച്ചു മാറ്റപ്പെടേണ്ടുന്ന രീതിയിലുള്ള ഒരു പകർച്ചവ്യാധിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൽ രാഹുൽ ഗാന്ധിക്കുണ്ട്. അതിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല എന്നുള്ള ഒരു ന്യൂനത അദ്ദേഹത്തിനുണ്ട്. അത് പറയാതെ അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ട് പരമശിവന്റെ പടം എടുത്ത് കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി ഈ പരമശിവന്റെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം അവസാനം വന്നപ്പോൾ ഭരണപക്ഷ ബെഞ്ചുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ഹിന്ദുവിന്റെ പേര് പറയുന്ന, 24 മണിക്കൂർ ഹിന്ദുവിന്റെ പേര് പറയുന്ന നിങ്ങളോടാണ് ഞാൻ പറയണത് എന്ന രീതിയിൽ തന്നെയല്ലേ അദ്ദേഹം ആ കാര്യങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞത്.
നിങ്ങൾ അഹിംസയുടെ പ്രചാരകരല്ല, ഹിംസയുടെ പ്രചാരകരാണ്, സത്യം പറയുന്നവരല്ല, അസത്യം പറയുന്നവരാണ് എന്നുള്ള കാര്യം അദ്ദേഹം അങ്ങനെയല്ലേ പറഞ്ഞത്? അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് ഹിന്ദു സമൂഹത്തെ ആകെ മോശക്കാരായി ചിത്രീകരിച്ചു എന്ന രീതിയിൽ പിന്നെ പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നതല്ലായിരുന്നോ? അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, രാഹുൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് BJP യെയാണ്, RSSനെയാണ് എന്ന്. അതായത് നരേന്ദ്രമോദി ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അല്ല, ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞാൽ BJP അല്ല, RSS അല്ല എന്ന് അതേ ഫ്ലോറിൽ വെച്ച് തന്നെ അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് അടുത്ത വാചകമായിട്ട്. അത് കേൾക്കാൻ തയ്യാറായില്ല ഭരണപക്ഷം. അല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഒന്ന് ഈ പറയുന്നത് പോലത്തെ അക്കൗണ്ടബിലിറ്റിയാണ്. ഒന്നാമത്തെ കാര്യം, ഹിന്ദു മതത്തിനെ വളരെ മോശമാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് അത് DMKയുടെ തന്നെ ഒരു രീതിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, DMK ഒക്കെ തന്നെ വളരെ ആരാധ്യ പുരുഷനായിട്ട് കാണുന്ന പെരിയോർ രാമസ്വാമിയെ പോലെ, നായിക്കിനെ പോലെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ രീതിയിലുള്ള പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഭ്രാന്താണ്, അദ്ദേഹത്തിനെ ഭ്രാന്താലയത്തിൽ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നെഹ്റു കാമരാജിന് കത്തും അയച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ട്രഡീഷണലി ഒരു ഉദയനിധി സ്റ്റാലിൻ പറയുന്നതല്ല, ട്രഡീഷണലി DMK എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് സനാതന ധർമ്മ വിരുദ്ധമാണ് എന്നുള്ളത് അറിയാം. എന്നിട്ടും അങ്ങനെയുള്ള ഒരു കക്ഷിയെ കൂടെ കൂട്ടുകയും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയില്ലായ്മയുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം അവിടെ ഒരു സീരീസ് ഓഫ് അലഗേഷൻസ് പറയുന്നു, അദ്ദേഹം ഹിന്ദു ധർമ്മം എന്നതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്ന, നമ്മൾ പാർലമെന്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്ന പദങ്ങൾക്ക് വളരെയധികം റെലവൻസ് ഉണ്ട്. ഒരു ഹൗസിന് പുറത്ത് പറയുന്നത് പോലെ അല്ല ഹൗസിനുള്ളിൽ പറയുന്നത്. കാരണം അത് എക്സ്പെൻഡ് ചെയ്യപ്പെടാം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതിനെപ്പറ്റി അവെയർ ആകേണ്ടത് അദ്ദേഹമാണ്. അപ്പൊ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ നല്ലതാണ്, മികച്ചതാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പിഴച്ചു പോയിരിക്കുന്ന പരാമർശങ്ങൾക്ക് അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അദ്ദേഹത്തിന് തന്നെ ചാർത്തി കൊടുക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം അവിടെ പറയേണ്ടിയിരുന്നത് എന്താണ്? ഹിന്ദുയിസം എന്ന് പറയുന്നതിനെ പറ്റി വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലർ, അവർ ഇതിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമാണ്. അത് നിലനിൽക്കും. കാരണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ആരോപിക്കാൻ പറ്റുന്നതാണ്, അതിലൊന്നും പ്രശ്നമില്ല. കോൺഗ്രസിന് BJP വിമർശിക്കുന്നതിനോ തിരിച്ചു വിമർശിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു സർവ്വമത സമഭാവനയുടെ, അതൊരു അഹിംസയുടെ ഒക്കെ തന്നെ പ്രതീകമാണ്. പക്ഷെ ഈ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ മതത്തിലാണ് ഞാൻ, പിന്നെ ആ മതമാണ് എന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല എന്ന് വെച്ചാൽ, ഹിന്ദുമതം സേക്രഡ് ആണ്, പക്ഷെ ആ ഹിന്ദുമതത്തിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും എല്ലായ്പ്പോഴും ഹിംസ 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 എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപക്വമായിട്ടുള്ള പ്രസ്താവനയാണ്. ആ പ്രസ്താവന അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറഞ്ഞിരിക്കുന്നത് തെറ്റിപ്പോയതിന്റെ പേരിൽ മാപ്പ് പറയാനുള്ള ഒരു ഹൃദയവിശാലത രാഹുൽ ഗാന്ധി കാണിക്കേണ്ടതുമാണ്. അതവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത്രയും നേരം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ അണ്ടു ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമായി പോകുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇതേപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അഗ്നിവീർ സ്കീം. അഗ്നിവീർ സ്കീമുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പ്രസംഗിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒരാൾ വീരമൃത്യു വരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ സർക്കാർ നൽകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രതിരോധ മന്ത്രി അവിടെ എണീറ്റ് നിന്ന് പറയുന്നു, അങ്ങനെയല്ല, ഞങ്ങൾ 1 കോടി രൂപ അവിടെ കൊടുക്കുന്നുണ്ട്, അത് അവരുടെ അവകാശമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് അങ്ങനെ എന്താ നമുക്ക് പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി വീരമൃത്യു വരിക്കേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു 1 കോടി 10 ലക്ഷം, 1 കോടി 8 ലക്ഷം എന്ന രീതിയിലത്തേക്കൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അണ്ടുവായി. അതേപോലെ തന്നെയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ്. നാണ്യവിളകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ചോദിക്കുകയാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് എണീറ്റ് നിന്ന് പറയുന്നത്, MSP 14 ഇനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഭരിക്കുമ്പോൾ എത്ര പേർക്കാണ് നൽകിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതും അണ്ടു ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ പാലിക്കേണ്ടുന്ന ഡെക്കറമുണ്ട്. അപ്പോൾ ഡെക്കറമിന്റെ ഭാഗമായിട്ട് മതചിഹ്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് കാണിക്കാമോ? പ്ലക്കാർഡുകൾ അവിടെ പ്ലക്കാർഡുകൾ കാണിക്കാൻ പാടില്ല എന്നുള്ളത് ചട്ടത്തിലുള്ളതാണ്. ഇനി പ്ലക്കാർഡ് അല്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാമോ? എന്നിട്ട് മതവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹിന്ദു മതത്തിലുള്ള പിന്നെ കൈ ചിഹ്നം, ആ ചിഹ്നം എന്ന് പറയുന്നതിൽ നിന്നാണ്, ഞങ്ങൾ അഭയമുദ്രയിൽ നിന്നാണ് കോൺഗ്രസിന്റെ ചിഹ്നം ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായി തെറ്റാണ്, ചരിത്രപരമായി തെറ്റാണ്. അങ്ങനെ ഒരു ഓതന്റിസിറ്റിയും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ കഥകളുണ്ട്, വിവിധ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഈ അഭയമുദ്രയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന പുസ്തകത്തിൽ പോലും ഇന്ദിരാഗാന്ധിയെ ഫോൺ ചെയ്ത് പറയുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഇത് തെറ്റായിട്ട് കേൾക്കുന്നുവെന്നും, പിന്നീട് നരസിംഹറാവുവിന് ഫോൺ കൊടുക്കുന്ന സമയത്ത് നരസിംഹറാവു ഹാത്തിയല്ല ഹാത്താണ് ഇവിടെ വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ ചിഹ്നം സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ഒന്നും അഭയമുദ്രയൊന്നുമില്ല. അപ്പോ ഒരു മതചിഹ്നത്തിനെ ഈ രീതിയിലത്തേക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിൽ നിന്നാണ് ഞങ്ങൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്.
ഞാൻ ചോദിക്കുന്നത് സമാനമായിട്ട് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മതപരമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിവിധ ചിഹ്നങ്ങളുണ്ട്. ഇപ്പോൾ സരസ്വതി ദേവി നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. പല ഹൈന്ദവ ദേവതകളുടെയും ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ കയ്യിൽ ഇതേപോലെ താമരപ്പൂ കാണാം, അല്ലെങ്കിൽ താമരപ്പൂവിലായിരിക്കും ഇരിക്കുക. നമ്മൾ താമരപ്പൂവിൽ വാഴും എന്ന് പറഞ്ഞ് സിനിമ പാട്ടുകൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ താമരപ്പൂവ് എന്ന് പറയുന്നത് ഇത്രത്തോളം സേക്രഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ നിന്നാണ് ഞങ്ങൾ ഊർജ്ജം ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ BJP പ്രചരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അങ്ങനെ ഓരോ ചിഹ്നത്തിനെയും ഈ രീതിയിലത്തേക്ക് മതവൽക്കരിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ, മതവുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നൊന്നുമല്ല, ഈ അഭയമുദ്രയിൽ നിന്നൊന്നുമല്ല കോൺഗ്രസ് അവരുടെ ചിഹ്നം സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഹിസ്റ്ററി വേറെയാണ്. മുമ്പ് ഉണ്ടായിരുന്ന ചിഹ്നങ്ങളുണ്ട്, ഏതൊരു ഘട്ടത്തിലാണ് ഇത് സ്വീകരിച്ചത്, പിന്നീട് നമ്മുടെ പാലക്കാട് ഹേമാംബിക ക്ഷേത്രത്തിലൊക്കെ വന്നതുമായി ബന്ധപ്പെട്ടുള്ള കഥകളെല്ലാം തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റെല്ലാർ പ്രസംഗം അവിടെ നടത്തി എന്ന് പ്രതിപക്ഷത്തിന് പറയാമെങ്കിലും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും വാസ്തവ വിരുദ്ധമാണ് എന്നുള്ളതും അത് പലതും തെറ്റാണ്. അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ല. ഒരു ലാക്ക് ഓഫ് റിസർച്ച് അതിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അഗ്നിവീർ സ്കീമിൽ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് അവിടെ വീരമൃത്യു വരിക്കുന്ന ആൾക്കാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ എലമെന്ററി ആയിട്ട് കോൺഗ്രസിന് നടത്താവുന്ന ഒരു ചെക്ക്. ശരി, റിസർച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്നാണ്